ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമ്മുടെ വെബ് പേജിൽ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാമെന്നും അതേപോലെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടൊരു പ്രോബ്ലവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് നമുക്ക് വെബ്സൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുകയും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും, അതായത് HTML എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലാതെ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും HTML ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസും അതേപോലെ ഡൈനാമിക് ഫീച്ചേഴ്സൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനാണ് നമ്മുടെ വെബ് പേജിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ വെബ് പേജിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഇന്റേണൽ ആയി ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ, അതായത് പുറത്തുള്ള ഒരു ജാവാസ്ക്രിപ്റ്റിനെ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ്. അതായത് നമ്മൾ jQuery, അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പ്, അങ്ങനെ ഒട്ടനവധി ലാംഗ്വേജുകളിൽ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ ആയ ഒരു ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നും അതെങ്ങനെ നമ്മുടെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കുക എന്നുമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ H1 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പുറത്ത് കൊടുക്കുന്ന ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ വെബ് പേജിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ പാരഗ്രാഫ് എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. അതിന് നമ്മൾ ID എന്നത് ഡെമോ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള എന്ത് ID വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ പേരെന്നെ ആവണം എന്നില്ല, എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ID എന്ന് പറയുന്നത് ഡെമോ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ HTML ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് മാത്രം കൊടുക്കാൻ വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാനിത് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുമ്പോൾ ഞാനിവിടെ വന്ന് സ്ക്രിപ്റ്റ്, ഇതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. JS എന്നാണ് നമ്മൾ ഇതിന് എക്സ്റ്റൻഷൻ ചേർത്ത് കൊടുക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഷോർട്ടായ JS എന്നാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഫയലിന് നമ്മൾ എക്സ്റ്റൻഷൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിലാണ് നമ്മൾ എന്താണോ നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കേണ്ട ജാവാസ്ക്രിപ്റ്റ് കോഡ് അത് നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ HTML അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട. എന്താണോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മാറ്റർ അല്ലെങ്കിൽ കാര്യം അത് മാത്രം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ ഫംഗ്ഷന് നമുക്കൊരു ആഡ് എന്നൊരു പേരും ചേർത്ത് കൊടുക്കാം. ഈ പേര് തന്നെ ആവണമെന്നില്ല, ഇഷ്ടമുള്ള ഏത് പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡോക്യുമെന്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് എലമെന്റ് ബൈ ID, അതായത് നമ്മൾ നേരത്തെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന P എന്ന ടാഗിൽ ഡെമോ എന്ന ഭാഗത്ത് IDയിലാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്താണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്താണോ നമ്മളിവിടെ ID ചേർത്ത് കൊടുത്തിരുന്നത്, ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ID എന്ന് പറയുന്നത് ഡെമോ ആണ്. ആ ഡെമോ എന്ന ID നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം ഇന്നർ HTML, എന്ത് HTML ഫയലാണോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഏത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടൊരു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നത് സെമികോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ script.js എന്ന പേരിലൊരു ഫയൽ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ഫയലായ HTML ഫയലിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ മുമ്പ് എക്സ്റ്റേണൽ CSS പഠിച്ചപ്പോൾ നമ്മൾ ലിങ്ക് റിലേഷനാണ് ചേർത്ത് കൊടുത്തിരുന്നതെങ്കിൽ ഇതിൽ നമ്മൾ അതിന്
സ്ക്രിപ്റ്റ് സോഴ്സ് എന്ന രൂപത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ക്രിപ്റ്റ് SRC എന്ന് പറഞ്ഞാൽ സോഴ്സ്, എന്നിട്ട് നമ്മൾ എന്ത് പേരിലാണോ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇത് വെബ് പേജിൻ്റെ ഉള്ളിൽ എവിടെ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു സബ്മിറ്റ് ബട്ടണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ സബ്മിറ്റ്, ഇതിന് നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കുക. ഓൺ ക്ലിക്കിന് ശേഷം നമുക്ക് എന്താണോ ഫംഗ്ഷൻ്റെ പേര് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബട്ടൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഈ രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. നമ്മൾ മുകളിൽ കൊടുത്തിരുന്ന വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നത് ഏറ്റവും മുകളിൽ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ താഴെ നമ്മളൊരു ബട്ടണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തിരുന്ന ഫയൽ എന്താണോ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. സാധാരണ ലോഡ് ചെയ്ത് വരുമ്പോൾ അവിടെ ഫയലൊന്നും ഉണ്ടാവില്ല. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കൊടുത്ത ഭാഗത്ത്, അതായത് ഇവിടെ നമ്മൾ ഈ പാരഗ്രാഫ് ID ഡെമോ എന്ന് കൊടുത്ത ഭാഗത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്താണോ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നത് അത് നേരെ ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്തു വരും. ഇവിടെ ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് HTML-ലേക്ക് ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുക എന്ന് സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനിയും ജാവാസ്ക്രിപ്റ്റിൽ ഒട്ടനവധി മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനുകൾ വരുന്നുണ്ട്. അത് മാത്രമായി നമ്മളൊരു സീരീസ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ HTML-ൻ്റെ കൂടെ നമ്മൾ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്ത 2 പ്രോഗ്രാമാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.